കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിന് എത്തുകയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ തേനി സംവിധാനം ചെയ്ത മാർക്കോ ബോക്സ് ഓഫീസിലും കുതിപ്പ് തുടരുകയാണ്. ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിച്ച് മുന്നേറുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. പരിക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് സിനിമയിൽ ഉണ്ണി മുകുന്ദൻ പ്രത്യക്ഷപ്പെടുന്നത്. ഉണ്ണി മുകുന്ദന്റെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിൽ ഉടനീളമുള്ളത്. അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കലൈ കിങ്സ്റ്റൺ ആണ് ഈ ആക്ഷൻ രംഗങ്ങളെല്ലാം ഡയറക്ട് ചെയ്തത്. ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരുന്നതെല്ലാം വലിയ ഗെറ്റപ്പുകളിൽ തന്നെയാണ്. എന്നാൽ മാർക്കോ ഇതുവരെ 150 കോടിക്കടുത്ത് സ്വന്തമാക്കിയെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ ചിത്രം 200 കോടി ക്ലബിൽ എത്തുമെന്നും ഉറപ്പാണ്. നിലവിൽ 450ലേറെ സ്ക്രീനുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രം ആഗോളതലത്തിലാണ് 150 കോടിക്കടുത്ത് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കളക്ഷൻ വിവരം ഉണ്ണി മുകുന്ദൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നത്. അന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 115 കോടിയായിരുന്നു ചിത്രം സ്വന്തമാക്കിയത്. കരിയറിൽ 100 കോടികൾ ചേർത്ത് വെച്ച ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. മാളികപ്പുറത്തിന് പിന്നാലെ മാർക്കോ നേടിയെടുത്തത് പാൻ ഇന്ത്യൻ തലത്തിലെ ബോക്സ് ഓഫീസ് കിലുക്കമാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു എ സർട്ടിഫിക്കറ്റ് നേടി ചിത്രം 100 കോടിയിലധികം കളക്ഷൻ നേടുന്നത്. ഈ റെക്കോർഡും മാർക്കോയ്ക്ക് സ്വന്തമാണ്. മലയാളത്തിന് പുറമെ ബോളിവുഡിലും സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കോയിലെ കുട്ടികൾ ഉൾപ്പെട്ട ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്തായാലും സിനിമ പൊടിപിടിച്ച് മുന്നേറുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.